തൃശ്ശൂരിലെ ആമ്പല്ലൂരിൽ SYSന്റെ 70ാം വാർഷിക മഹാസമ്മേളനം സമാപിക്കാനിരിക്കുകയാണ്. പതിനായിരക്കണക്കിന് മനുഷ്യരാണ് സമ്മേളന നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യരെ മുഴുവൻ ഇത്രയും ദിവസം ചേർത്തു പിടിച്ച് ഇവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സേവനങ്ങളും ചെയ്തു കൊടുത്തത് നമ്മുടെ ടീം 70 എന്നറിയപ്പെടുന്ന 1100 സേവന നിരതരായ പ്രവർത്തകരാണ്. 1100ഓളം പ്രവർത്തകരാണ് ടീം 70യുടെ ഭാഗമായിട്ട് ഇവിടെ 3 ദിവസമായി നിരന്തരം സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ടീം 70യുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മിദ്രാജ് മതിലകം ചേരുകയാണ്. ടീം 70 3 ദിവസമായി ഇവിടെയുള്ള ആളുകൾക്ക് സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തു തോന്നുന്നു? അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. ഈ 10,000കണക്കിന് ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യാനുള്ളൊരു അവസരം 1100ഓളം വളണ്ടിയേഴ്സിനെ സജ്ജീകരിക്കുകയും അതിനു എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ഊണും ഉറക്കവും നിന്നുകൊണ്ട് ഈ പറയുന്ന 1100 വളണ്ടിയേഴ്സ് രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാവിധ ഹിദ്മത്ത് ചെയ്തുകൊണ്ടും ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാ ഭാഗത്തും നമുക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുറവ് വരുത്താതെ മുഴുവൻ ആളുകളിലേക്കും നമുക്ക് ഇതെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ സേവനങ്ങളും നടത്തുന്നുണ്ട്. എവിടേക്കാണ് ടീം 70യുടെ വളണ്ടിയേഴ്സിനെ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ 3ാമത്തെ ദിവസമാകുമ്പോൾ പ്രത്യേകിച്ച് തിരക്ക് കൂടുന്നുണ്ട്, ട്രാഫിക് ഒക്കെ പ്രശ്നമാകുമല്ലോ. എവിടേക്കാണ് ഇപ്പോൾ വളണ്ടിയേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കടന്നു വരുന്ന ഈ പാലിയക്ക ടോൾ മുതൽ നമ്മൾ ഈ പുതുക്കാട് സെൻറ്റർ വരെയുള്ള മേഖലയിൽ നിന്ന് വണ്ടികൾ വരാനുള്ള സൗകര്യം NH ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് ജാമുകൾ. അപ്പോൾ അവിടെ മുതൽ വളണ്ടിയേഴ്സിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ മുതൽ പാർക്കിംഗ് വരെയുള്ള സേവനം, എല്ലാ ഭാഗത്തേക്കുള്ള പാർക്കിംഗ് മുതലുള്ള സേവനം, പാർക്കിങ്ങിൽ കൃത്യമായി അവരെ ഇവിടേക്ക് എത്തിക്കാനുള്ള സേവനം, മുഴുവൻ ആളുകൾക്കും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ ഒരു തിരക്ക് പോലും ഇല്ലാതെ ഹൈവേ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് ആളുകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആ രീതിയിൽ ഒരു ഘട്ടം നമ്മൾ ട്രാഫിക് പാർക്കിംഗ് ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1100 വളണ്ടിയേഴ്സിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? 1100 വളണ്ടിയേഴ്സിന് 5 ഘട്ടങ്ങളിലുള്ള പരിശീലനങ്ങൾ കൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്വയം സന്നദ്ധരായ ആളുകൾക്ക് രജിസ്ട്രേഷൻ വെച്ച് 5 ഘട്ടം നമ്മൾ അവർക്ക് പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. അവസാന ഘട്ട പരിശീലനം പാസ്സായവരെയാണ് നമ്മൾ വളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ എങ്ങനെയാണ് ടീം 70 പ്രവർത്തിച്ചിട്ടുള്ളത്? ഇതിന് ഈ ടീം 70നെ പല ഘട്ടങ്ങളായിട്ട് പല വളണ്ടിയർ കോറങ്ങളായിട്ട് നമ്മൾ ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം 24 ബ്ലോക്കുകളുണ്ട്. 24 ബ്ലോക്കുകളിൽ പല അതിലൊന്നാണ് ഫുഡ്. അതിൽ വേറൊരു ഇതാണ് നമുക്ക് സർവീസാണ് നമ്മളെ ഈ വെള്ളം, അതേപോലെ അവരുടെ താമസം, അക്കോമഡേഷൻ, അങ്ങനെ പലതരം ഇതിൽ ബ്ലോക്കുകൾ തരംതിരിച്ചാണ് 24 തരംതിരിച്ചാണ് സേവനങ്ങൾ നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ വരുന്ന 3 ദിവസം വന്ന 10,000കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണം വളരെ രാവിലെ ചായ മുതൽ വൈകിട്ട് വരെ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്കുള്ള കുടിവെള്ളം, ഇവർക്കുള്ള ഉളു ചെയ്യാനുള്ള സൗകര്യങ്ങൾ, മുഴുവൻ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വളണ്ടിയർമാരൊക്കെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവർ തന്നെയാണോ? 1100 തൃശ്ശൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് വളണ്ടിയർമാർ. വളരെ സന്തോഷം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. തിരക്കാണെന്ന് അറിയാം, സമാപനമാണ്, ഭയങ്കര തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ എല്ലാ സേവനങ്ങളും പടച്ച റബ്ബ് കബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.